കൃഷ്ണ, കൃഷ്ണ, ഞാൻ അങ്ങേ തേടി ഇറങ്ങിയതാണ്. എന്താ വിശേഷിച്ച്? ശ്രീ പരമേശ്വരനെ തപസ് ചെയ്ത് അതിദിവ്യമായ പാശുപതാസ്ത്രം സ്വായത്തമാക്കിയവനല്ലേ ഈ അർജുനൻ? എന്റെ ഉത്തമമായ ഭക്തിക്ക് നാം നേടിയ പാരിതോഷികമാണ് പാശുപതാസ്ത്രം. ആ സ്ഥിതിക്ക് ഞാനല്ലേ ഏറ്റവും ശ്രേഷ്ഠൻ? എന്താണ് ചിരിക്കുന്നത്? മഹാദേവൻ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ അർജുനനല്ലെന്നാണോ ഈ ചിരി കൊണ്ട് അങ്ങ് അർത്ഥമാക്കുന്നത്? അർജുന, നിന്റെ ഈ ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ നമ്മോടൊപ്പം വരൂ. നമുക്ക് അല്പദൂരം നടക്കാം. എങ്ങോട്ടാണ്? ഒക്കെ മനസ്സിലാകും. നമ്മോടൊപ്പം വരൂ. കൃഷ്ണ, നമുക്ക് നോക്കാം. കൃഷ്ണ, എന്താണ് ഇവിടെ നടക്കുന്നത്? ഇങ്ങനൊരു വഴിപാട് മറ്റൊരു ക്ഷേത്രത്തിലും കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. ഇതിന്റെ പൊരുൾ എന്താണെന്ന് അങ്ങ് വ്യക്തമാക്കിയാലും. നമുക്ക് ക്ഷേത്രത്തിലെ പൂജാരിയോട് ചോദിക്കാം. വരൂ. പൂജാരി സത്തമ്മ, ഇന്നെന്താണ് ക്ഷേത്രത്തിൽ വിശേഷം? എന്തിനാണ് ഭക്തർ കിണറ്റിൽ പുഷ്പാർച്ചന നടത്തുന്നത്? അത് ഈ ക്ഷേത്രത്തിൽ നിത്യവും നടക്കുന്ന വഴിപാടാണ്. ശ്രീകോവിലിൽ ഭഗവാൻ അർച്ചിക്കുന്ന പുഷ്പങ്ങളാണ് ഭക്തന്മാർ വാങ്ങി കിണറ്റിൽ അർച്ചിക്കുന്നത്.
കൃഷ്ണ, എനിക്കിപ്പോഴും ഒന്നും മനസ്സിലാവുന്നില്ല. എവിടെ നിന്നാണ് ഈ പുഷ്പാർച്ചന നടക്കുന്നത്? നിത്യവും ഇത്രത്തോളം പൂക്കൾ എവിടെ നിന്ന് എത്തിക്കുന്നു? ആരാണ് ഇത്രയും പൂക്കൾ ഭഗവാന് സമർപ്പിക്കുന്ന ഭക്തൻ? എനിക്കറിയാൻ തിടുക്കമായി കൃഷ്ണ. എങ്കിൽ വരിക. ദ്വാരകാവാസ കൃഷ്ണ, ഇനിയെങ്കിലും ഈ ദുരൂഹതയുടെ ചുരുളഴിച്ചുകൂടെ അങ്ങയ്ക്ക്. എവിടെ നിന്നാണ് ഈ പുഷ്പങ്ങൾ അർച്ചിതമാകുന്നത്? ഈ പൂക്കൾ അർച്ചിക്കുന്ന അസാമാന്യനായ ഭക്തൻ ആരാണെന്ന് അരുൾ ചെയ്താൽ ദേവ. പ്രിയ സഖേ അർജുന, അസാമാന്യ ഭക്തൻ എന്നൊരു വാക്ക് നിന്റെ നാവിൽ നിന്നും കേൾക്കാൻ കഴിഞ്ഞല്ലോ. നന്നായി. ഹേ പാർത്ഥ, വില്ലാളി വീര, ഈ പൂക്കൾ അർച്ചിക്കുന്ന അസാമാന്യ ഭക്തൻ നിന്റെ ജ്യേഷ്ഠ സഹോദരനായ ഭീമസേനാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. എന്താ, വിശ്വാസമാകുന്നില്ലേ? ഇല്ല കൃഷ്ണ, ഇല്ല. എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എന്റെ ജ്യേഷ്ഠൻ ഭീമസേനൻ ഒരു ദിനം പോലും ശ്രീ പരമേശ്വരന് പൂജയോ വഴിപാടോ നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. ശ്രീ പരമേശ്വര എന്ന് ഉച്ചരിക്കുന്നത് പോലും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ജ്യേഷ്ഠ സഹോദരൻ ഭീമൻ ഇത്രയധികം പുഷ്പങ്ങൾ നിത്യവും ക്ഷേത്രത്തിൽ എത്തിക്കാനോ? ജ്യേഷ്ഠൻ ഇത്രയധികം പുഷ്പങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നു? ആരുടെ അദൃശ്യ കരങ്ങളാണ് പൂക്കൾ ക്ഷേത്രത്തിൽ എത്തിക്കുന്നത്? എന്റെ സന്ദേഹങ്ങൾക്കൊക്കെ നിവാരണമുണ്ടാകണം കൃഷ്ണ. എന്നെ ഇനിയും പരീക്ഷിക്കരുത് കൃഷ്ണ. അർജുന, നമുക്ക് ഭീമസേനെ പോയി കാണാം. ഭീമന്റെ നാവുകൊണ്ട് തന്നെ നിന്റെ സംശയങ്ങൾക്ക് നിവാരണമുണ്ടാകട്ടെ. വരൂ. ജ്യേഷ്ഠ, ജ്യേഷ്ഠ, പ്രണാമം പ്രിയ സഖേ കർണ. പ്രണാമം. പ്രണാമം അനുജ. പ്രണാമം. ഇരുവരും എന്നെ അന്വേഷിച്ചാണല്ലോ വന്നിരിക്കുന്നത്. എന്താ പ്രശ്നം? ഹേ വായുപുത്ര ഭീമസേന, നിന്റെ അനുജന് നിന്നോട് ചില സംശയങ്ങൾ ചോദിക്കാനുണ്ട്. ആദ്യത്തെ സംശയം, നീ ഒരു ശിവഭക്തനാണോ എന്നാണ്. അതെ, ഞാനൊരു ശിവഭക്തൻ തന്നെയാണ്. എന്നിട്ടിതുവരെ ജ്യേഷ്ഠൻ പരമശിവനെ പൂജിക്കുന്നതോ ധ്യാനിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അനുജ അർജുന, ഒരിടത്ത് ചമ്രം പടിഞ്ഞിരുന്ന് ഭഗവാനെ ധ്യാനിക്കുകയോ വിഗ്രഹപൂജ നടത്തുകയോ ചെയ്യുന്ന ഭക്തനല്ല ഞാൻ. ഞങ്ങളിപ്പോ ഒരു ശിവക്ഷേത്രത്തിൽ നിന്നാണ് വരുന്നത്. അവിടുത്തെ ശിവലിംഗത്തിൽ അന്തരീക്ഷത്തിൽ പുഷ്പങ്ങൾ അർച്ചിതമായിക്കൊണ്ടിരിക്കുന്ന അത്ഭുത കാഴ്ചയും കണ്ടു. ആ പൂക്കൾ അർച്ചിക്കുന്നത് ജ്യേഷ്ഠനാണെന്ന് നമ്മുടെ രക്ഷകനായ കൃഷ്ണനാണ് എന്നെ ധരിപ്പിച്ചത്. ഇത്രയധികം പൂക്കൾ ജ്യേഷ്ഠൻ എവിടെ നിന്ന് കിട്ടുന്നു? അത് എങ്ങനെ ക്ഷേത്രത്തിലെത്തുന്നു? അതിന്റെ പൊരുളാണ് എനിക്ക് അറിയേണ്ടത്. അനുജ, അതിന്റെ പൊരുൾ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന അകളങ്ക ഭക്തിയാണെന്ന് ധരിച്ചാല് ഏതുദ്യാനത്തിൽ പൂക്കൾ നിറയെ വിരിഞ്ഞു നിൽക്കുന്ന കണ്ടാലും ആ പൂക്കളൊക്കെ കൈലാസനാഥന് സമർപ്പണമാകട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും. എന്റെ പിതാവായ വായുദേവൻ ആ പുഷ്പങ്ങളെല്ലാം ഇറുത്തെടുത്ത് മഹാദേവന് സമർപ്പിക്കുകയും ചെയ്യും. ഭീമസേനൻ മനസ്സുകൊണ്ട് ഭഗവാന് സമർപ്പിച്ച പൂക്കളാണ് നിങ്ങളിപ്പോ ക്ഷേത്രത്തിൽ കണ്ടത്. എന്താ അർജുന, നിന്റെ സംശയങ്ങൾക്കൊക്കെ നിവാരണമായില്ലേ? അർജുനോളം കൈലാസനാഥന്റെ പ്രീതി കരസ്ഥമാക്കിയ മറ്റൊരു ഭക്തൻ ഈ ഭൂലോകത്തുണ്ടോ എന്ന നിന്റെ ചോദ്യത്തിനും ഉത്തരം കിട്ടി എന്നാണ് നമ്മുടെ വിശ്വാസം. ഉത്തരം ലഭിച്ചിരിക്കുന്നു കണ്ണ. തപസ് ചെയ്യാതെ വരം നേടാതെയുള്ള
ജ്യേഷ്ഠൻ ഭീമസേനന്റെ മനസ്സർപ്പിത ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. എന്നേക്കാൾ മഹാദേവൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് ജ്യേഷ്ഠൻ ഭീമസേനനെ തന്നെയാണ്. ആ നിസ്തൂല ഭക്തിക്ക് മുന്നിൽ അനുജന്റെ പ്രണാമം. സഖേ അർജുന, അരുളി ചെയ്താലും കൃഷ്ണ. തപം ചെയ്ത് പാശുപതാസ്ത്രം ലഭ്യമാക്കിയത് മഹത്തായ നേട്ടം തന്നെയാണ്. ആ നേട്ടത്തിനുമേൽ ഞാനാണ് ഉത്തമ ഭക്തനെന്ന അഹംഭാവത്തിന്റെ കരിനിഴൽ മേലിൽ പതിയാതിരിക്കട്ടെ. അങ്ങയുടെ ഹിതം പോലെ. വള്ളിമുത്തശ്ശി പറഞ്ഞതുപോലെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. ഇനി എന്താ? വിളക്ക് വെച്ച ശേഷം വിഗ്രഹത്തിൽ ഈ കൂവളമാല ചാർത്തുക. മുത്തശ്ശി, എങ്ങനെയാ വിഗ്രഹത്തെ പൂജിക്കുക? കുട്ടി, ജലഗന്ധ പുഷ്പധൂപ ദീപവിധിപ്രകാരമാണ് വിഗ്രഹ പൂജ നടത്തേണ്ടത്. ആദ്യം വെണ്ണ അർപ്പിക്കുക. അത് കഴിഞ്ഞ് ചന്ദനം, പുഷ്പം, ധൂപം, അതായത് പുക, പിന്നെ ദീപം. ആ ക്രമത്തിൽ പൂജ നടത്തുക. എന്ത് മന്ത്രമാ ജപിക്കേണ്ടത്? ഞാൻ നിന്നെ ശിവപഞ്ചാക്ഷരി പഠിപ്പിച്ചിട്ടില്ലേ? ഓം നമ ശിവായ. അത് ജപിച്ചാൽ മതി. എന്താ, ശാസ്ത്രീയ വിധി പ്രകാരമുള്ള മന്ത്രം തന്നെ ജപിക്കണമെന്ന് ആഗ്രഹമുണ്ടോ നിനക്ക്? അത് പഠിക്കണമെങ്കിലേ ദൈവഭാഷയായ സംസ്കൃതം തന്നെ പഠിക്കണം. കഴിയും നിനക്ക്? നമ്മൾ ചെറിയവർക്കും വലിയവർക്കും ജപിക്കാൻ ഏറ്റവും ശക്തമായ മന്ത്രം പഞ്ചാക്ഷരി തന്നെയാണ്. വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത് അഷ്ടബന്ധ വിധിപ്രകാരമാണെന്ന് മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ വിധിപ്രകാരം പ്രതിഷ്ഠിക്കണമെങ്കിൽ മഹാജ്ഞാനികളായ കർമ്മികളെ വരുത്തണം. ഒത്തിരി പണച്ചെലവുമുണ്ട്. അതിനൊന്നും നമുക്ക് കഴിയില്ല കുട്ടി. ശുദ്ധമായ മനസ്സും കളങ്കമില്ലാത്ത ഭക്തിയും അതുമാത്രം മതി പരമേശ്വര പ്രീതിക്ക്. നീ പൂജ നടത്തിക്കൊള്ളൂ.
ചേച്ചി, പൂജാ സാധനങ്ങളൊക്കെ മേൽശാന്തി തിരുമേനി ശരിയാക്കിയിട്ടുണ്ട്. അവല്, മലര്, കൽക്കണ്ടം, പഴം എല്ലാം ഉണ്ട്. ശർക്കരയില്ല. വാണിഭ തെരുവിൽ നിന്ന് ശർക്കര കിട്ടാനില്ലെന്നാ തിരുമേനി പറഞ്ഞത്. അത് സാരയില്ല. ഇന്നിപ്പോ പായസ നിവേദ്യം വേണ്ട. അവലും മലരും പഴവും നിവേദിച്ച മതി. നീ കുടിലേക്ക് പോയി സമയത്ത് പൂജ നടത്താൻ നോക്ക്. കുടിലിന്റെ മുറ്റത്ത് നമ്മളെല്ലാരും കൂടെ ചേർന്ന് പ്രതിഷ്ഠിച്ച ശിവലിംഗം ഇല്ലേ, അവിടെ പൂജ നടത്താൻ പൂങ്കുടിയുടെ കൂടെ ഞാനും കൂടിക്കോട്ടെ ചേച്ചി? പിന്നെന്താ, നീയും കൂടിക്കോളൂ. വിധിപ്രകാരമുള്ള മന്ത്രങ്ങളൊന്നും അറിയാത്ത സ്ഥിതിക്ക് ശിവപഞ്ചാക്ഷരി മന്ത്രം മാത്രം ജപിച്ച് പൂജ നടത്തിയ പോരെ ചേച്ചി? ധാരാളം മതി. നീ പൊയ്ക്കോളൂ. ചേച്ചി, നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം പ്രതിഷ്ഠിച്ച വിഗ്രഹം നമ്മുടെ ഇഷ്ടപ്രകാരം പൂജ നടത്തുന്നു. പിഴവെന്തെങ്കിലും ഉണ്ടായ ശിവകോപം ഉണ്ടാവില്ലേ ചേച്ചി? ശിവകോപം ഉണ്ടാവൂന്ന് ഞാൻ മേൽശാന്തിയോട് ചോദിച്ചിട്ട് വന്നേക്കാം. നീ ചെല്ല്. മീനാക്ഷി, പൂങ്കോടി കിട്ടിയ ശിവലിംഗം എന്ത് ചെയ്തു? അതിനെക്കുറിച്ച് പറയാനും കൂടിയാ ഞാൻ വന്നത്. ആ വിഗ്രഹം ഞങ്ങളെല്ലാരും കൂടെ ചേർന്ന് പൂങ്കൊടിയുടെ കുടിലിന്റെ മുറ്റത്ത് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. നന്നായി. നിത്യപൂജയും നടത്തണം. അത് ചെയ്യുന്നുണ്ട് തിരുമേനി. എന്നാലും ഒരു സംശയമുണ്ട്. ചോദിച്ചോളൂ. ഞങ്ങൾ പ്രതിഷ്ഠിച്ച വിഗ്രഹം വേദവിധി പ്രകാരമുള്ള മന്ത്രം ഉരുവിടാതെ ശിവപഞ്ചാക്ഷരി മാത്രം ഉരുവിട്ട് കുട്ടികൾ പൂജ ചെയ്താൽ ശിവകോപം ഉണ്ടാവോ? വേദവിധി പ്രകാരമുള്ള മന്ത്രങ്ങൾക്കല്ല, ഭക്തിക്കാ പ്രാധാന്യം. കരിമൊഴിയും പൂങ്കൊടിയും കളങ്കമില്ലാത്ത ആത്മാർത്ഥ ഭക്തിക്കുടമകളാ. അവർക്ക് പെരുമാളിന്റെ അനുഗ്രഹമേ ഉണ്ടാകൂ. കോപം ഉണ്ടാകില്ല മീനാക്ഷി. ഓ, ആശ്വാസമായി. എന്നാ പിന്നെ ഞാൻ പോയൊന്ന് തൊഴുതിട്ട് വരാം. മീനാക്ഷി, പൂങ്കോടിക്ക് കൊടുക്കാനായി നോം എടുത്തു വച്ച സാധനങ്ങളാ. എന്തൊക്കെ തിരുമേനി ഇതില്? ഇതില് കുറച്ച് അരിയും നെയ്യും പൂജാ സാധനങ്ങളൊക്കെ ഉണ്ട്. കുടിലിന്റെ മുറ്റത്തെ വിഗ്രഹത്തിനുള്ള നിവേദ്യം ഇതിലുള്ള ഓട്ടുരുളിയിൽ പാചകം ചെയ്യണം. ഒരു ദിവസത്തേക്കുള്ള അരിയും നെയ്യും നമ്മുടെ വക തന്നെ ആയിക്കോട്ടെ. മീനാക്ഷി വിഷമിക്കണ്ട. ഇത് ക്ഷേത്രം വക അപകരിച്ചൊന്നുമല്ല. നമ്മുടെ ഇല്ലത്തുനിന്ന് കൊണ്ടുവന്ന നമ്മുടെ സ്വന്തം സാധനങ്ങൾ തന്നെ. ശംഭൂ മഹാദേവ. അങ്ങുന്നേ, ഞാനൊരു കാഴ്ച കണ്ടിട്ടാണ് വരുന്നത്. എന്ത് കാഴ്ച? ക്ഷേത്രത്തിൽ ഉപയോഗിക്കാനുള്ള അരി, നെയ്യ്, ഓട്ടുരുളി എന്നിവ മേൽശാന്തി ആ പൂങ്കൊടി പെണ്ണിന് ദാനമായി കൊടുത്തിരിക്കുന്നു. നഷ്ടപ്പെടുന്നത് ഭഗവാൻ അനുഭവിക്കേണ്ട മുതല്. ദാനധർമ്മിഷ്ഠൻ എന്ന സൽപ്പേര് മേൽശാന്തിക്കും. അങ്ങേപ്പോലെ ഉശിരുള്ള ഒരു മേലധികാരി ഇവിടെ ഉള്ളപ്പോൾ ഇത് അനുവദിക്കാമോ? അങ്ങുന്നിനെ അല്പമെങ്കിലും ഭയമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാമോ? അത്രയ്ക്കായ മേൽശാന്തിക്ക് ധിക്കാരം നാം കാണിച്ചു കൊടുക്കാം. വരിക. മേൽശാന്തി, നിങ്ങൾക്കെന്ത് തോന്നിയാസം കാണിക്കാമെന്നോ? തോന്നിവാസം എന്താണെന്ന് മനസ്സിലായില്ല. ക്ഷേത്രത്തിൽ നിന്നും അരി, നെയ്യ്, ഓട്ടുരുളി ഇതൊക്കെ ദാനം ചെയ്യാൻ നിങ്ങൾക്ക് എന്താ അവകാശം? രാവിലെ തന്നെ ഗുണാളൻ ഒരു പടക്കത്തിന് തീ കൊടുത്തല്ലോ. തിരുമേനി, എന്നെ വെറും നുണയനാക്കരുത്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പൂങ്കൊടിക്ക് കൊടുക്കാൻ മീനാക്ഷിയെ ഏൽപ്പിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. നാം നിഷേധിക്കുന്നില്ല. ഏൽപ്പിച്ചത് സത്യമാണ്. ദേവന്റെ വക പുറത്തു കടത്തിയതിന് 10 പണം പിഴയടക്കണം. സാധ്യമല്ല. എങ്കിൽ നിങ്ങൾ ഈ ശാന്തി പണി ചെയ്യാൻ പാടില്ല. ഭാണ്ഡം മുറുക്കി പോയിക്കൊള്ളുക. അധികാരി അദ്ദേഹം
ശിവഭഗവാന്റെ വാഹനമായ കാള പ്രസവിച്ചു എന്ന് കേൾക്കുമ്പോൾ അങ്ങേപ്പോലെ വിവരമുള്ളൊരു മേലധികാരി പാശമെടുക്കാൻ പോകരുത്. മനസ്സിലായില്ല. ഞാൻ കൊടുത്ത അരിയും നെയ്യും ഓട്ടുരുളിയൊന്നും ദേവന്റെ വകയല്ല. പൂങ്കൊടിക്ക് കൊടുക്കാനായി നാം നമ്മുടെ ഇല്ലത്തൊന്ന് കൊണ്ടുവന്നതാണ്. എന്താ, സ്വന്തം ഉടമസ്ഥതയിലുള്ള സാധനം നമുക്ക് ദാനം ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? അല്ല, അത് പിന്നെ കീഴാള വർഗത്തിൽപ്പെട്ട ഒരു പെണ്ണിന് ദാനം കൊടുക്കാൻ പാടുണ്ടോ? അതും ഒരു ആഢ്യബ്രാഹ്മണൻ. ചെയ്യുന്ന കർമ്മങ്ങളിലും ആഠ്യത ഉണ്ടാകുമ്പോഴാണ് ഒരുവൻ ആഠ്യബ്രാഹ്മണനാവുന്നത്. ഭഗവാന് കീഴാള മേലാള ഭേദമില്ല. ഒരു സാധു പെൺകുട്ടിക്ക് ദാനം ചെയ്യുമ്പോൾ അതിന്റെ ശ്രേഷ്ഠതയും വർദ്ധിച്ചിരിക്കും. എന്താ, ഇനിയും നാം ഭാണ്ഡം മുറുക്കണോ ആവോ? ശംഭോ മഹാദേവ. താനല്ലേ പറഞ്ഞു വെറുതെ നമ്മെ ഏമ്പിനാക്കിയിട്ട് മുങ്ങിക്കളഞ്ഞോ? ശപ്പൻ ശുംഭൻ.